എല്ലാവർക്കും നമസ്കാരം. ഞാൻ പടിഞ്ഞാറേവളപ്പിൽ മൊയ്തീൻ. ഞങ്ങളുടെ സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരുനാവായ പഞ്ചായത്തിൽ പട്ടണടക്കാവ് എന്ന പ്രദേശത്താണ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള ലോകത്തിൽ വെച്ച് ഏറ്റവും ടോപ്പ് വെറൈറ്റി മാങ്ങകളെക്കുറിച്ചാണ്. അതിൽപ്പെട്ട മാവാണ് മിയാസാക്കി, നാംഡോക്കുമായി, ഗോലക്ക്, കാട്ടിമണ്, ബനാന മാവ്, അമേരിക്ക റെഡ് പാൾമർ, റെഡ് ഡ്രാഗണ്, ക്യൂസ് ആമറോഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ മാവുകൾ. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് നാംഡോക്കുമായി എന്ന് പറഞ്ഞ മാങ്ങയാണിത്. ഇത് ഒരു കൊലയിൽ തന്നെ 4-5 മാങ്ങ ഒക്കെ ഉണ്ടാവുന്ന ഇതാണിത്. നാംഡോക്കുമായി നല്ല ടേസ്റ്റും മധുരമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നതുമായ ഒരു മാങ്ങയാണ് നാംഡോക്കുമായി. തായ്ലൻഡ് വെറൈറ്റിയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇത് ഒരു ചട്ടിയിൽ വളർത്താവുന്നതാണ്. കാരണം ഇത് നിലത്ത് നട്ടാൽ കൂടുതൽ കായ ഉണ്ടാവും. പക്ഷേ സ്ഥലമില്ലാത്തവർക്ക് ഒരു ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാങ്ങയാണ്. അത് കാരണം ഉദാഹരണമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ വളർത്തിയിട്ടുള്ളത്. ഇതൊരു 20 ഇഞ്ചിൻ്റെ ചട്ടിയിലാണ് വളർത്തിയിട്ടുള്ളത്. ഇതൊരു 6-7 വർഷത്തോളമായ തൈയാണ്. കാരണം 2 വർഷത്തിന് ശേഷം ഇതിൻ്റെ തൈ കായ്ക്കും. പിന്നെ ഇതിങ്ങനെ പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് നല്ല ഭംഗിയിൽ നിർത്താൻ കഴിയുന്ന ഒരു മാവും കൂടിയാണ്. വേറൊരു മാവാണിത്. അതായത് ബനാന മാങ്ങ. ഏറ്റവും ടേസ്റ്റും നല്ല വലിപ്പവും ഏകദേശം 1 കിലോ വരെയൊക്കെ വരുന്ന മാങ്ങയാണ് ഇത്. ഇതിന്മേൽ ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ പൊട്ടിച്ചെടുത്ത് ഇന്നിപ്പോൾ ഞങ്ങൾക്കൊന്ന് ഇവിടെ അതിന് ചോട്ട് വീണ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ഇതിന് ചോട്ട് വീണ് കിടക്കുന്നുണ്ട്. നമുക്കതിൻ്റെ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ റിവ്യൂ നടത്താം. ഇതാ ഇവിടെ ഉണ്ട്. ഇതതിൻ്റെ കവറിന്ന് അതിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടാലറിയാം. ഏകദേശം ഇത് 1 കിലോനോളം തൂക്കം വരുന്ന മാങ്ങയാണ്. ബനാനാവ് അത്ര ടേസ്റ്റും ഉണ്ട്, നല്ല മധുരവും ഉണ്ട്. ഇതിപ്പോൾ ബനാന മാങ്ങയാണ്. ഞങ്ങൾ ഇതിൽ വീണ് കിട്ടിയതാണ്. കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നദിയും കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടാ നടുക്ക കൂടി അണ്ടി എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല ഇമ. അതാ നിങ്ങൾ വെച്ചാൽ ഇതാണ് ബനാന മാങ്ങ. അപ്പോൾ ഓവറയിക്കണ്. അവിടെ വെച്ചോ. ടേസ്റ്റ് ഒക്കെ അല്ലേ? ആ, എങ്ങനെയുണ്ട്? പറയാൻ വാക്കുകളില്ല. പ്രത്യേകതരം ടേസ്റ്റ്. ആ, നല്ല ജ്യൂസാണ്. അതിൽ ശരിക്കും ഒരാൾക്ക് മൊത്തം തിന്നാനൊന്നും കഴിയില്ല. ഒരു മാങ്ങ ഒന്നും രണ്ടാൾ 3 ആൾക്കകത്ത് കഴിക്കേണ്ടി വരും. ഒരു മാങ്ങ കഴിക്കാനും കാണാനും വലിപ്പം കൊണ്ടും ഒക്കെ ഭംഗിയുള്ള എന്ന് പറയാം അതിന്. അതാണ് ഇതിൻ്റെ വിശേഷം. പിന്നെ അതിമപ്പോൾ ഒന്ന് പഴുത്ത് നിൽക്കുന്നുണ്ട്. അതിപ്പോൾ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പൊട്ടിക്കണില്ല. അത് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുക്കലുണ്ട്. അതിന് വേണ്ടി നിർത്തുന്നതാണ് ഞങ്ങളിത്. അത്യാവശ്യം തൈകളൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. 100, 200, 500 തൈകളൊന്നും കൊടുക്കാനില്ല. വരുന്നവർക്ക് ഓരോ പാർട്ടിക്കാർക്കാണെന്നുണ്ടെങ്കിൽ, ഫാമിലികൾക്കാണെന്നുണ്ടെങ്കിൽ 2-3 തൈകൾ, 4-5 തൈകളൊക്കെ കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ ഒരു ഫാമിലിക്ക്. അതിലേറെ പിന്നെ കൂടുതൽ തൈകൾ ഇപ്പോൾ കൊടുക്കണമായി ബൾക്കായിട്ട് കൊടുക്കാനൊന്നുമില്ല.